ഇന്ത്യ ഗവൺമെൻറ് പ്ലാൻ നല്ലതായിരുന്നു. കാരണം ഈ സംഭവങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ താലിബാനുമായിട്ട് ബാക്ക് ഡോർ ടോക്സ് നടത്തി അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് ഈ പറയുന്ന ആൾക്കാരെ ഇന്ത്യക്കാർ പോയി ട്രെയിൻ ചെയ്ത് ഇവരകത്തോട്ടം കയറ്റി വിട്ടു. സെയിം ടൈമിൽ ഇസ്രായേൽ ഈ ബലൂച്ചുകാരെ ട്രെയിൻ ചെയ്ത് ഇറാൻ്റെ അകത്തോട്ട് കയറ്റി അങ്ങ് വിട്ടു. അവരങ്ങ് എൻഗേജ്ഡായി. സിമ്പിളായിട്ട് ഈ രാജ്യങ്ങളെ തൊലച്ചങ്ങ് കൈ കൊടുത്തു. അതോടുകൂടിയാണ് പാകിസ്ഥാൻ ഭയമായത്. അപ്പം അതിൻ്റെ റിഫ്ലക്ഷനാണ് പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ മൗലാന ഫസുൽ റഹ്മാൻ പറയുന്നത് പാകിസ്ഥാൻ രണ്ടായിപ്പോൾ 71 ഭീകരമായിരിക്കും. അവിടെ പാകിസ്ഥാൻ പട്ടാളമില്ല, പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷനില്ല, പാകിസ്ഥാൻ പോലീസില്ല, പാകിസ്ഥാൻ പാരാമിലിറ്ററി ഇല്ല, മുഴുവനും മിലിറ്റൻ്റെ കയ്യിലാണ്. അവിടെ ബോർഡറിൽ പോലും കയറാൻ പറ്റത്തില്ല. ആ രീതിയിലാക്കിയെടുത്തു. അതിൽ ഇന്ത്യയാണ് ഉറപ്പായിട്ടും മോദി ഗവൺമെൻറ്റിൻ്റെ പോളിസി തന്നെയാണ് അതിലേറ്റവും നമുക്ക് അഭിമാനിക്കാനുള്ളത്. ഇതിലൊക്കെയാണ് ഞാൻ പലപ്പോഴും മോദി ഗവൺമെൻറ്റിനോട് എനിക്ക് താല്പര്യമുള്ളത്. അതാണ് കാര്യം. കാരണം നമ്മുടെ രാജ്യത്തെ ഉപദ്രവിക്കാൻ വന്നവനെ എൻഗേജ് ചെയ്യിക്കണം. അവൻ അതേ രീതിയിൽ അടി കിട്ടുവാണെങ്കിൽ അവൻ ഈ പരിപാടിക്ക് വരത്തില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ബോംബും ക്ലാപ്പും ഒന്നും പൊട്ടാത്ത. കാരണം അവൻ അവിടെ എൻഗേജ്ഡ്. പിന്നെങ്കിൽ ഇങ്ങോട്ട് വരും. ഇതാണ് പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്.